പ്രൈസ് ലോർഡ്. കർത്താവിനെ അധികമായി സ്നേഹിക്കുക, കർത്താവിനോട് കൂടെ ഇരിക്കുക, പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുക, ദൈവവചനത്തെ നിരന്തരമായി ധ്യാനിക്കുക, ആ വചനത്തെ അനുസരിച്ച് ജീവിക്കുക. ഇങ്ങനെയുള്ളവർ ഭയങ്കരമായി ഫലം കായ്ക്കുന്ന ഒരു സീസണാണ് ഈ സീസൺ. പ്രിയ സഹോദരി സഹോദര, ദൈവത്തിന് വേണ്ടി അധികമായി ഫലം കായ്ക്കണമെന്ന് നാം ഏവരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നു നിൽക്കുന്നത്. കർത്താവിന് വേണ്ടി എങ്ങനെ ഫലം കായ്ക്കുവാൻ കഴിയും? ദൈവത്താൽ എങ്ങനെ പ്രയോജനപ്പെടുവാൻ കഴിയും? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. യോസഫ് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടതിൻ്റെ അർത്ഥം നീരു ഉറവുമായിട്ട് യോസഫിന് ഒരു ബന്ധമുണ്ടായിരുന്നു. അർത്ഥം പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു യോസഫിനുണ്ടായിരുന്നത്. അതുകൊണ്ട് യോസഫ് ഫലപ്രദമുള്ള വൃക്ഷമായി മാറി. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1 അധ്യായത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ ദൈവവചനത്തിൽ ആനന്ദിക്കുന്നവൻ, സന്തോഷിക്കുന്നവൻ, ധ്യാനിക്കുന്നവൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ ഒരുവന് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായത്തിനകത്ത് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു: ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞ വാചകങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ വളരെ ഫലം കായ്ക്കണമെങ്കിൽ കർത്താവിനോട് കൂടെ വസിക്കുക. പ്രിയ സഹോദര സഹോദരി, ഈ വചനം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഫലം കായ്ക്കുവാൻ തരുന്ന നിർദ്ദേശങ്ങളാണ്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണോ നിങ്ങളുടെ ജീവിതം? ദൈവവചനത്തിൽ കൂടുതൽ സന്തോഷിച്ച്, ദൈവവചനത്തെ ധ്യാനിച്ച്, ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവചനത്തെ പ്രമാണിക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, പൂർണ്ണമായി ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി വളരെയധികം ഫലം കായ്ക്കും, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ.